സ്വിഫ്റ്റ് ഡിസയർ ഡീസൽ വേരിയൻറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് മേജർ സർവീസുകളെല്ലാം തീർത്തിട്ടേക്കുന്ന ഒരു കാർ കൊടുക്കാനുണ്ട്. കഴിഞ്ഞ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. നമുക്കിവിടെ മേജർ സർവീസ് 1 lakh സർവീസിന് വന്നിരുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ടർബോയ്ക്ക് ചെറിയ ലീക്ക് ഉണ്ടായിരുന്നു. അപ്പം ടർബോ കംപ്ലീറ്റ്ലി നമ്മൾ സർവീസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ഇടുന്നില്ല. നമ്മൾ ടർബോ എവിടെ നിന്നാണ് സർവീസ് ചെയ്യിക്കുന്നത്, ഏതൊക്കെ രീതിയിലാണ് സംഭവം ചെയ്യുന്നതെന്നുള്ള വീഡിയോസ് നമ്മൾ ചാനലിൽ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ടർബോ സർവീസും പരിപാടിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബോക്സ് നമുക്ക് പൊട്ടിച്ച് ടർബോ ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഈ കാണുന്ന പോലെ നമ്മുടെ ടർബോ ഇവിടെയുണ്ട്. പുത്തൻ ടർബോ പോലെ സർവീസുകളെല്ലാം തീർത്ത് പക്കയാക്കി ഇട്ടിട്ടുണ്ട്. കംപ്ലൈൻറ്റുകളെല്ലാം തീർത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഈ ടർബോയ്ക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഇട്ടത്. ഇതിൽ ബോർഗ് വാർണറിൻ്റെ ടർബോയാണ് വന്നുകൊണ്ടിരുന്നത്. ഇനീഷ്യൽ മോഡലുകൾക്ക് മാത്രം വരുന്നതാണ്. അതിനുശേഷം വന്നിരുന്ന വണ്ടികൾക്കെല്ലാം ട്രിപ്പിൾ കെയുടെയും ഗ്യാരറ്റിൻ്റെയും ടെലിൻ്റെയൊക്കെ ടർബോയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടർബോയുടെ വർക്ക് നമ്മൾ തീർത്തിട്ടുണ്ട്. ഇത് കൂടാതെ ഇതിനകത്ത് 1 lakh കിലോമീറ്ററിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു വണ്ടിയുടെ ടൈമിംഗ് ചെയിനും ടെൻഷനറും കാര്യങ്ങളെല്ലാം ഓൾറെഡി റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മേജർ സർവീസ് ക്ലിയർ ആക്കിയിട്ടുണ്ട്. അതുകൂടാണ്ട് നമ്മുടെ EGR സിസ്റ്റം, അതിൻ്റെ ഇൻടേക്ക് മാനിഫോൾഡും കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു സർവീസ് ക്ലീനാക്കി റെഡിയാക്കി വണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി ധൈര്യത്തോടെ നമുക്ക് വാങ്ങാവുന്നതാണ്. അതേപോലെ ഇതിനകത്ത് ബ്രേക്ക് പാഡിൻ്റെ വർക്കുകളെല്ലാം തീർത്തിട്ടുണ്ട്. പുതിയ ബ്രേക്ക് പാഡൊക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അപ്പം മേജറായിട്ടുള്ള അത്യാവശ്യം വർക്കുകളെല്ലാം തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൗണ്ട് നമുക്കൊന്ന് കേട്ട് നോക്കാം. അറൗണ്ട് ഒരു 20-21 കിലോമീറ്ററൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാം. സിറ്റി ഓട്ടോ ഒക്കെ ആണെങ്കിൽ ഒരു 17-18 മിനിമം മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ മേജർ സർവീസിൻ്റെയും ഇഞ്ചൻ കണ്ടീഷൻ്റെ ഒക്കെ കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും, കാരണം ഇവിടെ ചെയ്തതായതുകൊണ്ട്. അതുപോലെ ബാക്കിയുള്ള ഇതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം വർക്കിംഗ് ആണ്. ബാക്കി എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ വാട്സാപ്പ് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമ്മുടെ എർട്ടിഗയാണ്. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, എർട്ടിഗ 60,000 എന്ന ടൈമിംഗ് ചെയിൻ്റെ ഒക്കെ ഇഷ്യൂ വന്ന് EGRൻ്റെ ഒക്കെ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നൊരു വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഇഞ്ചൻ സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ മൈക്ക് ഇഞ്ചൻ റൂമിലേക്ക് അടുത്തേക്ക് കൊണ്ടുപോയി നോക്കാം. നമുക്ക് വളരെ നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു സൗണ്ടാണ്. നമുക്ക് ആ ഒരു ടൈമിംഗ് ചെയിൻ ലൂസ് ഉണ്ടാകുമ്പോഴും അതേപോലെ EGR മാനിഫോൾഡൊക്കെ ചോക്കായി കഴിയുമ്പോഴുള്ള ഒരവസ്ഥ അത് ഇവിടെ നമുക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഓൾറെഡി കുറേ വീഡിയോസ് ചെയ്തുകൊണ്ടാണ് ഇതിനകത്ത് ഫുൾ വീഡിയോ കവർ ചെയ്യാത്തത്. അപ്പോൾ നേരത്തെ ടൈമിംഗ് ചെയിൻ മാറ്റിയിട്ടുള്ള കുറേ വീഡിയോസ് ഉണ്ട്. അതിനകത്ത് ലൂസ് ആകുമ്പോഴുള്ള സൗണ്ട് എങ്ങനെയാണെന്നുള്ളത് അത് കണ്ടാൽ മനസ്സിലാവും. കുറഞ്ഞ സ്പീഡിൽ ഹയർ ഗിയർ ഉപയോഗിച്ച് ഓടിച്ചാലും ഇതുപോലെ നേരത്തെ ടൈമിംഗ് ചെയിൻ ലൂസ് ആവും. അതുപോലെ കാർബൺ ഡിപ്പോസിറ്റ്സ് നേരത്തെ തന്നെ കണ്ടുമാനം കൂടും. അപ്പോൾ അങ്ങനെ ഒരു ഡ്രൈവ് സ്റ്റൈൽ ഉണ്ടെങ്കിൽ അത് മാറ്റുന്നത് നല്ലതായിരിക്കും. പ്രിമേച്ചറായിട്ടുള്ള ഫെയിലിയർ ഒഴിവാക്കാം. ഇനി നമുക്ക് കസ്റ്റമറോട് നേരിട്ട് അഭിപ്രായം ചോദിക്കാം. അപ്പം ഓവറോൾ നമ്മുടെ വർക്കിൽ നിന്ന് എങ്ങനെയുണ്ട്? ഓവറോൾ ഒന്നും പറയാനില്ല, അടിപൊളി വർക്ക്. ശരിക്കും പറഞ്ഞാൽ വണ്ടി മേടിച്ച പിന്നെ എനിക്ക് വണ്ടിയുടെ എർട്ടിഗയുടെ പെർഫോമൻസ് ഇതാണെന്ന് ഇപ്പോഴും എനിക്കറിയാൻ പറ്റുള്ള കാര്യം പറഞ്ഞാൽ നമ്മളായിട്ട് വണ്ടി നമ്മൾ പണിയും, നമ്മൾ ഓടിക്കും, എന്നിട്ട് നമ്മൾ തന്നെ എന്തെങ്കിലും റിവ്യൂ പറയുന്നതിനേക്കാളും ചില കസ്റ്റമറെ കൊണ്ട് ഓടിച്ചിട്ട് ആ ഒരു ഫീല്, കസ്റ്റമറിന് ആ ഫീല് കിട്ടുന്നുണ്ടെന്ന് അറിയണമല്ലോ. അപ്പോൾ ഗൈസ്, വണ്ടി വർക്ക് തീർത്തതിന് ശേഷമുള്ള ഡിഫറൻസ് നമുക്ക് നേരിട്ട് കസ്റ്റമറോട് തന്നെ ചോദിച്ചു മനസ്സിലായി. അപ്പോൾ ഓൾറെഡി ഡ്രൈവിൽ നല്ല ചേഞ്ച് ഉണ്ടെന്നാണ് കസ്റ്റമർ നമ്മളെ അറിയിച്ചേക്കുന്നത്. എന്നിരുന്നാലും ചില കാര്യങ്ങൾ നമ്മൾ നേരിട്ട് ചോദിച്ച് ബാക്കിയുള്ള പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത്. കസ്റ്റമറോട് നമുക്ക് അതിൻ്റെ മുന്നേ ഉള്ള ഫീലും പിന്നീടുള്ള ഫീലും നമുക്ക് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യമേ പ്രേക്ഷകരുമായിട്ടൊന്ന് പരിചയപ്പെടുത്താം. പേര് ബ്രിജീഷ് എന്നാണ്. വണ്ടി എടുത്തിട്ട് എത്ര കാലമായി? വണ്ടി എടുത്തിട്ട് ഒരു 2.5 വർഷമായി. 2 വർഷം കൊണ്ട് എത്ര കിലോമീറ്റർ ഓടിച്ചു? 26,000 കിലോമീറ്റർ ഓടി വണ്ടി. ഓക്കെ. അപ്പോൾ ഈ വർക്ക് ചെയ്യുന്നതിന് മുന്നേ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പം എന്തൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് തോന്നിയത്, അല്ലെങ്കിൽ ആ ഒരു ഫീൽ എന്തൊക്കെയായിരുന്നു നമ്മുടെ പ്രേക്ഷകരെന്ന് അറിയിക്കാമോ? വർക്ക് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വണ്ടി കൊണ്ടുവരുന്ന സമയത്ത് ശരിക്കും വണ്ടിക്ക് ഒരു പവർ ലാഗ് ഉണ്ടായിരുന്നു. അതുപോലെ ടർബോയുടെ ആ ഒരു എഫക്റ്റ് നമുക്ക് അറിയാൻ പറ്റുന്നില്ലായിരുന്നു. കാല് കൊടുത്താൽ തന്നെ ഇപ്പോൾ സെക്കൻഡിൽ തേർഡിലേക്ക് ഇടാനാണെങ്കിൽ തന്നെ കാല് കൊടുത്താൽ തന്നെ നല്ല ടൈം എടുക്കുമായിരുന്നു. ആ ടർബോ കയറി വരുന്നെങ്കിൽ തന്നെ നല്ലൊരു ടൈം എടുക്കുമായിരുന്നു. ഇപ്പോൾ അത് വളരെ കുറഞ്ഞു. പെട്ടെന്ന് തന്നെ RPM കയറുന്നുണ്ട്. വണ്ടി സ്പീഡ് അതനുസരിച്ച് തന്നെ സ്പീഡ് കയറുന്നുണ്ട്. ഗിയർ അതനുസരിച്ച് വളരെ എളുപ്പത്തിൽ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വണ്ടിക്ക് നല്ലൊരു പെർഫോമൻസ് ആണ് ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അറിയാൻ പറ്റിയത്. ശരിക്കും പറഞ്ഞാൽ വണ്ടി എടുത്ത സമയം തൊട്ട് ഇപ്പോൾ ഓടിക്കുന്ന വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴാണ് എനിക്ക് ശരിക്കും വണ്ടിയുടെ പെർഫോമൻസ് ഇതാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നത് തന്നെ. അപ്പോൾ ഇനി മുന്നേ കിട്ടിക്കൊണ്ടിരുന്ന മൈലേജ്, ഒരു ആവറേജ് മൈലേജ് എന്തായിരുന്നു അറിയിക്കാമോ? മുൻപ് നമ്മൾ മാക്സിമം ഇക്കോണമിക്കലായിട്ട് ഓടിച്ചാൽ തന്നെ ഒരു മാക്സിമം 17 ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. 17. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അത് ഹൈബ്രിഡ് കാറും കൂടിയാണ്.
SHBS ഹൈബ്രിഡ് വേരിയൻറ്റും കൂടിയാണ്. അപ്പോൾ ശരിക്കും മൈലേജ് ശരിക്കും കൂടുതൽ വേണം. അപ്പോൾ ലോങ് ഒക്കെ പോയിട്ടുണ്ടോ നേരത്തെ? ലോങ് പോയിട്ടുണ്ട്. ലോങ് പോയാലും ഒരു 16-17 അതാണ് മാക്സിമം കിട്ടുന്നത്. ഓക്കെ. അപ്പം നിലവിലിപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പം നമുക്ക് മൈലേജിൻ്റെ കേസ് പറയാൻ പറ്റും. നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് വന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ലോങ് പോകുന്നുണ്ടല്ലോ, എവിടെയാണ് പോകുന്നത് ഇനി ഒരു ലോങ് ഉണ്ട്, പറയാറായിട്ടില്ല. അപ്പോൾ ഇനിയുള്ള ലോങ് പോകുമ്പോഴുള്ള മൈലേജിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പ്രേക്ഷകരായിരിക്കണം. ഒന്നില്ലേ നമുക്ക് കമൻറ്റിലൂടെ അറിയിക്കുക ചാനലിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എപ്പോഴെങ്കിലും വരുമ്പോൾ നമ്മുടെ പ്രേക്ഷകരും കൂടി ആ ഒരു മൈലേജിൽ വന്നേക്കുന്ന ഡിഫറൻസും കൂടി ഒന്ന് തീർച്ചയായിട്ടും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും എന്തായാലും മൈലേജിൽ മാറ്റം ഉണ്ടാവുന്നുള്ള എനിക്ക് ഉറപ്പാണ്. എന്നിരുന്നാലും അത് കസ്റ്റമർ ഓടിച്ച് കിട്ടുന്ന ഒരു ഡിഫറൻസ് കറക്റ്റ് കിട്ടണം, അത് കിട്ടണം. അപ്പോൾ എനിക്കിപ്പം വേണമെങ്കിൽ ഒരു സെറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്കാൻ ടൂളിൽ സെറ്റ് ചെയ്തിട്ട് ഒരു 10 കിലോമീറ്റർ 15 കിലോമീറ്റർ ഓടിച്ചിട്ട് ഒരു മൈലേജിലെ ഡിഫറൻസ് അറിയാം. പക്ഷേ ശരിക്കും അതിൻ്റെ എഫക്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമർ വണ്ടി ലോങ് ഒക്കെ പോകുമ്പോഴത്തേക്ക് എത്ര ലിറ്റർ ഡീസൽ അടിച്ചായിരുന്നു, എത്ര കിലോമീറ്റർ കൂടിയായിരുന്നു. അപ്പോൾ 0 to 0 നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ എത്ര ചേഞ്ച് വന്നു എന്നുള്ളത് വർക്ക് കഴിഞ്ഞതിന് ശേഷം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു കേസ് അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ. തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അടുത്തായി ഷെവർലെറ്റ് ബീറ്റ് ഡീസൽ വേരിയൻറ്റിൻ്റെ ഒരു ഇഞ്ചൻ ഓവർഹോളാണ്. അപ്പോൾ ഇതിൻ്റെ ഇഞ്ചൻ നമ്മളിവിടെ പുൾ ഡൗൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രേക്ഷകരുടെ ആവശ്യം മാനിച്ചുകൊണ്ട് ഞാൻ കുറച്ച് പ്രീവിയസ് കമൻറ്റ്സ് ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ ഒരു ഫുള്ള് ഓവറോൾ വീഡിയോ ഇടാം. കാരണം പലരും ഫുള്ളായിട്ട് വീഡിയോ കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ ഇതിൻ്റെ ലൈഫ് കൂട്ടാവുന്നതും കൂടി ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അപ്പം ഇതിൻ്റെ പാർട്ട് 2 പാർട്ടായിട്ട് നമ്മൾ അടുത്തായിട്ട് ഇടുന്നുണ്ട്. അപ്പം സ്റ്റേ ട്യൂൺഡ് ഗൈസ്, സീ യു സൂൺ, ടേക്ക് കെയർ.